അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അൻ അബീ ബുർദ അന്നഹു ഷഹിദ ഇബ്ന ഉമർ വറജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈത്തി ഹമല ഉമ്മഹു വറാഅ ളഹ്രിഹി. അതായത് അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം ഇബ്നു ഉമറിനെ കണ്ടു. ആ കണ്ട അവസ്ഥ എങ്ങനെയായിരുന്നു? ഒരു വ്യക്തി, അതായത് യമനിൽ നിന്നുള്ളൊരു വ്യക്തി, അദ്ദേഹം മക്കയിലേക്ക് വന്നതാണ്. കഅബാലയത്തിങ്കിൽ അദ്ദേഹം തവാഫ് ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ റജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈത്തി, കഅബയെ തവാഫ് ചെയ്യുന്ന യമൻകാരനായ ഒരു വ്യക്തിയെ ഇബ്നു ഉമർ കാണുന്നു. അതിന് അബൂ ബുർദ റളിയല്ലാഹു അൻഹു സാക്ഷിയാവുകയാണ്. അപ്പോൾ ഈ യമനിൽ നിന്ന് വന്ന വ്യക്തി ഹമല ഉമ്മഹു വറഅ ളഹ്രിഹി, തൻ്റെ ഉമ്മയെ തൻ്റെ മുതുകത്ത് ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മയെ ചുമന്നുകൊണ്ട് അദ്ദേഹം തവാഫ് ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിച്ചു, യബ്ന ഉമർ അതുറാനി ജസൈതുഹ, ഞാൻ എൻ്റെ ഉമ്മാക്ക് പ്രത്യുപകാരം ചെയ്തു എന്ന് ഈ ഒരു കർമ്മത്തിലൂടെ നിങ്ങൾക്ക് പറയാൻ സാധ്യമാണോ? അങ്ങനെ എനിക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം തൻ്റെ ഉമ്മയെ വഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യമാണ്, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്, അപ്പം ഞാൻ ആ ഉമ്മാക്ക് പ്രത്യുപകാരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ ഒരു കർമ്മത്തിലൂടെ. അപ്പം ആ ഒരു ആശയത്തെക്കുറിച്ച് അദ്ദേഹം ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ല, ഇല്ല, വലാ ബി സഫറത്തിൻ വാഹിദ, ആ ഉമ്മയുടെ ഒരു നെടുവീർപ്പിന് പോലും ഇതിന് സമമാവുകയില്ല. ഉമ്മ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഒരുപാട് കരച്ചിലുകളുണ്ട്, ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത ഈ ഒരു പ്രവർത്തനം ഇങ്ങോട്ട് കാണിച്ചു തന്നതിന് ഒന്നിനു പോലും സമമാവുകയില്ല. അത്രത്തോളം വലിയ ബാധ്യതയും അത്രത്തോളം വലിയ കടമയും ഉത്തരവാദിത്വവും നമുക്ക് അങ്ങോട്ടുണ്ട് എന്നൊരു ആശയം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? തൻ്റെ തവാഫ് അവസാനിച്ചപ്പോൾ ഫഅതൽ മഖാം ഇബ്രാഹിമിൻ്റെ അടുക്കൽ ചെന്നു. ഫസ്വല്ലാ റക്അത്തൈനി, 2 റക്അത്ത് നമസ്കരിച്ചു. തുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, യബ്ന അബി മൂസ, അല്ലയോ ഇബ്നു അബി മൂസ. ഇബ്നു അബി മൂസ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അബൂ ബുർദ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന കുല്ല റക്അത്തൈനി തുകഫിറാനി മാ അമാമഹുമ, ഈ മഖാം ഇബ്രാഹിമിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള 2 റക്അത്ത് നമസ്കാരമുണ്ടല്ലോ, അതിലൂടെ നമ്മുടെ മുൻ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നൊരു ആശയം ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ ഹദീസിൽ നമ്മുടെ പരാമർശ വിഷയം ഒരു ഉമ്മ ഇങ്ങോട്ട് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾക്കും ഉമ്മ അനുഭവിച്ച പ്രയാസങ്ങൾക്കും ത്യാഗങ്ങൾക്കും ആ മകൻ്റെ പേരിൽ ഉമ്മ കരഞ്ഞ കരച്ചിലുകൾക്കുമൊന്നും നമ്മൾ അങ്ങോട്ട് എത്ര തന്നെ ചെയ്തു കൊടുത്താലും അതൊരു പ്രത്യുപകാരമായി ഒരിക്കലും മാറുകയില്ല. കാരണം അത്രത്തോളം വലിയ ബാധ്യതയും കടപ്പാടുകളും ഉമ്മയോടുണ്ട്, അതേപോലെ മാതാപിതാക്കളോടുണ്ട് എന്നുള്ള വലിയൊരു ആശയമാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.